ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയോട് അഭി പറയാണ്, നവ്യേ, നീ ഇനി ഇപ്പൊ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകണ്ട, എന്തായാലും കുറച്ച് കഴിയട്ടെ, ഇപ്പൊ ഒന്ന് ചൂടാറട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പരസ്യത്തിൽ അഭിനയിക്കാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീ ഇപ്പോ നിന്റെ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ വേണ്ടി പോയതല്ലേ? എന്നിട്ട് അവിടെ ചെന്നപ്പോ അവരെന്താ നിന്റെ മനസ്സ് മാറ്റിയോ? പറയടാ, അവര് നിന്നോട് പറഞ്ഞോ എന്നെ ജോലിക്ക് വിടാതിരുന്ന നിനക്ക് വലിയ എന്തെങ്കിലും തരാന്ന്, ഇല്ലെങ്കിൽ എന്നെ ജോലിക്ക് വിടാതിരുന്ന നിനക്ക് വലിയ ബ്രാഞ്ച് ഏതെങ്കിലും ഏൽപ്പിക്കാന്ന് പറഞ്ഞോന്ന്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്തായാലും അവര് നിന്ന് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല നവ്യേ, അവരെന്തായാലും പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നീയല്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി. എടാ, ഞാനിപ്പോൾ പരസ്യം ചെയ്യുന്ന ഇതിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ഡയറക്ടർമാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളപ്പോൾ ഇയാളുടെ കൂടെ നിന്ന നിനക്കും വല്ല ജോലിയൊക്കെ കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് പിടിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് നമുക്ക് ജീവിക്കാം. അല്ലാതെ ഏത് നേരവും ഏട്ടൻ്റെ പിന്നാലെ താങ്ങി നടന്നാലുണ്ടല്ലോ, നമുക്ക് അയാള് നമ്മളെ ഒരു അടിമയാക്കി വെക്കത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിനക്ക് നല്ലത്. എൻ്റെ നവ്യയെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യാനാ, വല്ലാത്തൊരു കഷ്ടത്തില എൻ്റെ കാര്യം. ഞാൻ എന്ത് പറഞ്ഞാലും ആരും കേൾക്കില്ലല്ലോ നവ്യേ, അതാണ് പ്രശ്നം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്തായാലും നീ പറഞ്ഞോ, നിന്നെ വിളിച്ച് ഉപദേശിച്ചവരോട് നീ ധൈര്യമായിട്ട് തന്നെ പറഞ്ഞോ ഞാൻ അനുസരിക്കുന്നില്ല എന്ന്. നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ കേൾക്കുന്നില്ല എന്ന്. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അഭിനയിക്കുമെന്ന് ഞാനൊരു തീരുമാനം എടുത്താൽ അഭിനയിച്ചിരിക്കും. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. മനസ്സിലായല്ലോ? അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇനി ഇവളീ പിടിവാശിയിൽ നിൽക്കുമ്പോൾ അയാള് എല്ലാ സത്യങ്ങളും ഇവളോട് തുറന്നു പറയോ? അങ്ങനെയാണെങ്കിൽ പണി കിട്ടും. നീ എന്താടാ അഭി ആലോചിക്കുന്നേ? ഒന്നുമില്ല നവിയെ, നീ ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? ദേ അഭി, ഒരു കാര്യം ഞാൻ പറയാം. നീ എല്ലാം ചെയ്തിട്ട് അവസാനം പേടിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോകും. നീ മാന്യനാണ്, നീ ഒരു കള്ളസ്വർണം വിറ്റു എന്നുള്ളതാണ് സത്യം. പക്ഷേ നിന്റെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? എത്ര വലിയ തെറ്റാ ചെയ്തത്? എന്തൊക്കെ തെറ്റ് ചെയ്താലും അത് മായ്ച്ചു കളയാൻ പറ്റും. പക്ഷെ നിന്റെ ഏട്ടൻ ചെയ്ത തെറ്റ് ഒരിക്കലും മാഞ്ഞു പോകില്ല. അത് അനഘയിലൂടെ ചന്തുമോളായി, ചന്തുമോളിലൂടെ ഇനി വേറെ ഏതെങ്കിലും കുഞ്ഞാവും. അതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായോ? അല്ലാതെ നീ ചെയ്ത തെറ്റൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാനേ അധികം നേരമൊന്നുമില്ല. അതുകൊണ്ട് നീ കൂടുതൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തവനാ നിന്നെ ഉപദേശിക്കുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്രയും നല്ലത്. എടി, ആദർശേട്ടനല്ല, ഞാൻ തന്നെയാണ് ആ തെറ്റ് ചെയ്തത്. നിന്നോടെങ്ങാനും അവരാ സത്യം തുറന്നു പറഞ്ഞാൽ പിന്നെ തീർന്നുമല്ല എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നയന വന്നു. ആദർശേട്ടാ, ഒന്നും പറയണ്ട നയനെ, എന്തായാലും അവള് വീണ്ടും അഭിനയിക്കുമെന്നുള്ള വാശിയിലാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. അത് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെ അഭി ചേച്ചി നിർബന്ധിച്ചിട്ടുണ്ടാവില്ല ആദർശേട്ടാ. അവയെ പിന്മാറാൻ പറഞ്ഞപ്പോൾ ചേച്ചി വാശി കാണിച്ചു കാണും. പണ്ട് മുതലേ ചേച്ചി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല. ചേച്ചി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അത് തന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിനി ചേച്ചി നിർബന്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കമ്പനി, ഈ ജ്വല്ലറിക്കാരെന്ന് പറയുന്നത് ഒരു നാട്ടിൽ ബിസിനസ്സുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ ആ നാടിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കും, നന്നായിട്ട് പഠിക്കും. അതിനുശേഷം മാത്രമേ ഓരോരോ കാര്യങ്ങൾ ചെയ്യൂ. ഇവിടെ വന്ന് പഠിച്ചപ്പോൾ നമ്മുടെ ജ്വല്ലറിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അനന്തപുരിയിലെ മരുമകളെ തന്നെ അവർ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമുക്കിട്ട് പണി തരാൻ വേണ്ടി, നമ്മളെ തകർക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളൊന്ന് ഉറച്ചു നിന്നേ പറ്റൂ നയനെ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കഴിവിനെ നമ്മൾ പരമാവധി മുന്നോട്ടെടുക്കണം. നീ ഇനിയും ഇത്രയും കൂടെ മെച്ചപ്പെട്ട ഡിസൈനുകൾ ചെയ്യേണ്ടി വരും. അതിന് നിന്റെ ആരോഗ്യത്തിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ സാധിക്കും ആദർശേട്ടാ. എൻ്റെ ആരോഗ്യത്തിന് എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇനി അവരുടെ കമ്പനിയിൽ എന്നേക്കാൾ വലിയ ഡിസൈനർ ആരെങ്കിലും വന്ന് ഡിസൈൻ ചെയ്താൽ അത് എൻ്റെ തെറ്റല്ലല്ലോ ആദർശേട്ടാ. സാരമില്ല നയനെ, നമുക്ക് പരമാവധി നമ്മുടെ കഴിവിൻ്റെ എത്രത്തോളം ശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രമിക്കാം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്താ പോരെ? മതി ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനിയാണെങ്കിൽ എനിക്കൊരു സമാധാനമില്ല.
കുടുംബം മൊത്തം നാണക്കേടായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ തലക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നന്ദുവിനെ ആ പറയടാ, എന്തായടാ? എന്ത് പറയാനാ നന്ദു? ആ അബിയെ ഒന്നും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് ചെയ്യാനാ? ചേച്ചിയും അവൻ്റെ കൂടെ നിൽക്കുവാണല്ലോ അബി, ആനി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്ത് അവനൊന്നും കൂടെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിന് അവൻ ഒരുപാട് പേരുദോഷം കേൾപ്പിച്ചു കഴിഞ്ഞു. എപ്പോഴും അവൻ ഞങ്ങളുടെ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുക. അറിയാം. എൻ്റെ ചേച്ചിയോട് അവൻ എന്ത് പറഞ്ഞാലും എൻ്റെ ചേച്ചിയും കേൾക്കില്ല. എൻ്റെ ചേച്ചി എന്ത് പറഞ്ഞാലും അവനും കേൾക്കില്ല. എൻ്റെ ചേച്ചിക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണ് അബി. പിന്നെ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അബി തന്നെയാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭർത്താവെന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നടക്കുമല്ലോ ചേച്ചി. ആദർശേട്ടൻ വലിയൊരു തെറ്റ് ചെയ്തു. ആദർശേട്ടനൊരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിനെ ചതിച്ചൊരു കുഞ്ഞിനെ കൊടുത്തു. ചന്തുമോള് വീട്ടിലേക്ക് വന്നതിന് ശേഷം ചേച്ചി വീണ്ടും മാറി. ചേച്ചിയുടെ വിചാരം അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന്. എന്നാൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ അബിയെ കൊല്ലും. നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു. എന്തൊക്കെ സംഭവിച്ചാലും അവനെ പണ്ടേ ഇറക്കി വിടേണ്ടതാ. അവൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടും ചീത്തപ്പേരും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവൻ കാരണം എത്ര പേര് ഞങ്ങളുടെ വീട്ടിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എല്ലാം അവൻ കാരണം, അവൻ ഒറ്റൊരുത്തം കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ആകെ സങ്കടപ്പെടേണ്ട അനി. ഒരവസരം കൂടെ ഒത്തുവരട്ടെ. അങ്ങനെ വന്ന അവനെ ഉറപ്പായിട്ട് ഞാൻ പിടിച്ച് അകത്തിട്ടിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് അവനോട് കലിയ, തീർത്താൽ തീരാത്ത കലിയുണ്ട്. കാരണം അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എനിക്ക് അവനോട് ഇഷ്ടം പോലെ കലിപ്പുണ്ട്. ആ കലിപ്പ് മുഴുവനും ഇനിയൊരു അവസരം കിട്ടി അവനെടുത്ത് ലോക്കപ്പിലിട്ട് ഞാൻ തീർത്തിരിക്കുവനി എന്നൊക്കെ പറയാം. എന്നാലും ആ ജ്വല്ലറിയിലെ പരസ്യത്തിന് പോയി അഭിനയിച്ച് നിന്റെ ചേച്ചി എല്ലാവരെയും നാണം കെടുത്തി. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കുഴി താൻ തന്നെ തോണ്ടിയ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അനി. അതും ശരിയാണ്. അനാമിക എന്ന് പറയുന്നവൾ പോയപ്പോൾ കുടുംബത്തിൽ സമാധാനം തിരിച്ചു വന്നു എന്നാണ് വിചാരിച്ചത്. എന്നാൽ അതിനേക്കാളും വലിയ സമാധാനക്കേടാ ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ശരി നന്ദു, ശരിയടാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. നവീൻ കേസ് പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ കേസിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ചിന്ത മുഴുവനും നന്ദുവിനെ കുറിച്ചാണ്. അപ്പോൾ നവീൻ്റെ ഇരിപ്പ് കണ്ടിട്ട് നമ്മുടെ ഗുമസ്തൻ ഒരു ചിരി. ആ ചിരി കണ്ടതും നവീന് ദേഷ്യം വരിക. എന്താടോ? ഒന്നുമില്ല, സാറിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ചിരി വന്നു, അതുകൊണ്ട് ചിരിച്ചതാ. തൻ്റെ ചിരിയും കളിയാക്കലൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താനെ വീണ് കിട്ടിയ അവസരം ഒട്ടും പാഴാക്കുന്നില്ലല്ലോ. എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുവാണല്ലേ? തന്നെ ഞാൻ ശരിയാക്കും, മനസ്സിലായോടോ? അയ്യോ, എന്നോട് ദേഷ്യപ്പെടണ്ട സാറേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സാറേ. എന്തൊക്കെ സംഭവിച്ചാലും സാറിൻ്റെ മനസ്സിലെ ആ പെൺകുട്ടി ആരാണെന്ന് സാറ് തുറന്നു പറഞ്ഞ് സാറിൻ്റെ കല്യാണം നടത്തിയാലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കൂ. അത് കേട്ടതും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് ഞാൻ അവരോട് പറയേണ്ട സമയമാകുമ്പോൾ പറഞ്ഞോളാം. എന്നാ അത് പറ സാറേ. അല്ലാതെ അത് മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ ഏത് നേരവും ആലോചിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അല്ല, നാളെയല്ലേ നമ്മുടെ മറ്റേ കേസ്? അത് അവൾ സംഗീത ചെയ്തോളൂ. ആര്? അവൾ എൻ്റെ ജൂനിയറായിട്ട് തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഇനിയിപ്പോൾ അവൾ കേസ് നടത്തട്ടെ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും. അതിലെനിക്കൊരു വിശ്വാസക്കുറവുമില്ല. എൻ്റെ ജൂനിയർമാരെ ഞാൻ നന്നായിട്ട് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ സാറേ, പ്രശ്നമാവേ? ഒരു പ്രശ്നവും ഇല്ല, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ വരുക. സാറേ, ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊച്ചുമോൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. കേസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞാൽ കേസിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറ്റെന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക. എന്താടാ ഇത്? നിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? അതിന് നീ എന്തിനാ മടിക്കുന്നത്? എന്ത് ചെയ്യാനാ മുത്തശ്ശ? എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതെന്താ? നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് നീ കണ്ടുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും നിന്റെ മനസ്സിലെ ഇഷ്ടം അത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നീ തുറന്നു പറ മോനെ. അതിന് തടയാൻ ആരും വരില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളൊക്കെ ഇല്ലേ? നീ ധൈര്യമായിട്ട് എല്ലാം തുറന്നു പറ. അതല്ല മുത്തശ്ശ, ഞാൻ പറയാ സാറേ. പുള്ളിയുടെ മനസ്സിലുള്ള ഇഷ്ടം ആ പെങ്കൊച്ചിനോട് പറഞ്ഞിട്ടില്ല. ഇനി ആ പെങ്കൊച്ചിനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ പെങ്കൊച്ച് നോ പറയുമെന്നല്ല പേടിയും ഇദ്ദേഹത്തിനുണ്ട്.
അത് കേട്ടതും അത് പിന്നെ അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശ, പിന്നെ എന്താ കാര്യം? എടാ മോനെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ ആ കൊച്ചിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. നമ്മൾ അങ്ങനെ തുറന്നു പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന മറുപടി നോയെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ മതിയാകും. അവർക്ക് ചിലപ്പോൾ വേറെ ഇഷ്ടങ്ങളുണ്ടാവാം. പലർക്കും പല ഇഷ്ടങ്ങളാണ്. ദേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ അമ്മയെ തന്നെ. നിന്റെ അമ്മയ്ക്ക് ഒരു കാര്യത്തിലും എന്താ പറയുക, ഒരു പരാതിയില്ല. എന്നാൽ നീ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടി പോലീസ് ആവരുത്, വക്കീലാവരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ഒരു തൻ്റെടി ആവരുത് എന്നുള്ളൊരു ഒരു മനസ്സിലെ സങ്കല്പം കൊണ്ടാ. അതുകൊണ്ട് നീ അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണ്ട. നിന്റെ ഇഷ്ടം അതെന്താണോ അത് നിനക്ക് ചെയ്യാം. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്നു പറ മോനെ. പിന്നെ അവളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി നോയാണെങ്കിൽ മോൻ തളരരുത്, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് പോവുക. സാറ് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ പെൺകുട്ടിയോട് വേണമെങ്കിൽ ഞാൻ ചെന്ന് പറയാം, അയ്യോ വേണ്ട, സഹായിക്കണ്ട എന്നും പറഞ്ഞ് നവീൻ ഗുമസ്തനോട് പറഞ്ഞു ഓടിച്ചുകൊണ്ട്. അപ്പോൾ ഗുമസ്തനും പോയി. ഈ സമയം നവീൻ ഫോൺ എടുത്ത് അനിയെ വിളിക്കുക. ആ പറയടാ, എന്താടാ നവീനെ? എടാ നീ ഫ്രീ ആണോ? ഇല്ലടാ, ഇപ്പം തിരക്കുണ്ട്. എടാ വൈകുന്നേരം എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതിനെന്താ, എവിടെ വന്നോന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കൂടാടാ. എന്നാ ബീച്ചിലേക്ക് വരാവോടാ? ആ ശരി, വരാമല്ലോ. ആ പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താടാ ചെയ്യണ്ടേ? നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് നീ എന്നോട് പറയണം. അത് പറയാനാടാ ഞാൻ നിന്നെ വിളിക്കുന്നത്. എന്നാ പിന്നെ അത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ? ആ ഇല്ലടാ, നേരിട്ട് എനിക്കത് നിന്നോട് പറയണം. ആ എന്നാ ശരി, ഞാൻ വരാടാ. ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഇങ്ങനെ വീട്ടിനകത്ത് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജലജ, മോളെ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പിന്നിൽ തന്നെ ഉണ്ടാവും. അഭിയും ഞാനും നിന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് നിന്റെ മുന്നിലേക്ക് വരാൻ പറ്റില്ല. അതാ പാട്. നിങ്ങളൊക്കെ എന്തിനിങ്ങനെ പേടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആരെയാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? ദേ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതെടുത്ത തീരുമാനം തന്നെയാ. അവിടെ ഒരു മാറ്റവും ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നുള്ളതാണ് സത്യം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ പണ്ട് വാശി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാ. നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ മാറി നിന്നോ. പക്ഷെ എനിക്ക് കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കാൻ, അല്ലെങ്കിൽ തട്ടിക്കളയാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ ഉറച്ചു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. അത് ആര് പറഞ്ഞാലും, ഏത് കൊമ്പത്തെ രാജാവ് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ നയനയും ആദർശം വരിക. ചിലവർക്കൊക്കെ ചില ധാരണയുണ്ട്. ഈ വീട്ടിൽ അവർ മാത്രമേ ഉയരങ്ങളിൽ എത്താവുള്ളൂ എന്ന്. അവർക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു പരസ്യത്തിൽ അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും കടി. അത് കേട്ടതും ചേച്ചി എന്തിനാ വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നേ? ഞാൻ വരുവടി. എൻ്റെ അബിയെ വിളിച്ച് ഇയാൾക്ക് ഉപദേശിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനു വേണ്ടി ഇയാൾ എൻ്റെ അബിയെ വിളിച്ച് ഉപദേശിക്കുന്നത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറില്ല എന്നുള്ള കാര്യം ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞതാ. എന്താ നബിയ ഇത്? ഏട്ടാ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവർ കേൾക്കുന്നില്ല ഏട്ടാ. നീ എന്തിനാടാ ഇയാളെ പേടിക്കുന്നേ? നീ ഒരു തെറ്റ് ചെയ്തപ്പോൾ നിന്നെ ജയിലിനകത്തിട്ടു. എന്നാ ഇയാളെ ചെയ്ത തെറ്റെന്താന്ന് നിനക്കറിയാലോ. എന്നിട്ടും ഇയാളെ പിടിച്ചിടാൻ ആരുമില്ല. ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ആൾക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി വീണ്ടും പഴയതുപോലെ തന്നെ ആയില്ലേ? അതേടി, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മാറിയായിരുന്നു. അനാമിക ഈ വീട്ടിൽ വന്നപ്പോൾ അവളൊന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അനിയുടെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞുപോയി എനിക്ക് സമാധാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചെയ്തതോ? എൻ്റെ ഭർത്താവിനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയില്ല അവൻ. അതുകൊണ്ട് തന്നെ എനിക്കിനി രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനങ്ങളാ. ഞാൻ അഭിനയിക്കാൻ പോകും. അതിലാരും ഇനി ഉപദേശിക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞില്ല ഇവിടുത്തെ സംസാരം. ഇനി ഈ സംസാരം ഇവിടെ തുടരണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വീണ്ടും ആവർത്തിക്കുകയാണോ എന്നും മുത്തശ്ശൻ. അത് കേട്ടതും നവ്യ അവിടെ നിന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുക. മുത്തശ്ശന്റെ മുന്നിൽ കാലുമേ കാലും കയറ്റി, ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. നിന്നെ ആരും വിലക്കുന്നില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്നത്, മറ്റുള്ളവരുടെ സമാധാനം കളയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങളൊരു തെറ്റ് ചെയ്തു. ഒരു വിഷപ്പാമ്പിനെ വീട്ടിൽ കയറ്റി പാല് കൊടുത്തു. ആ വിഷപ്പാമ്പിന് ജനിച്ച മറ്റൊരു വിഷപ്പാമ്പും ഞങ്ങളുടെ കൈക്ക് തിരിച്ചു കൊത്തുക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് അനുഭവിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ അനുഭവിച്ചോളാം.
അതിലൊരു കുഴപ്പമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിരിക്കും. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇതിലൊരു മാറ്റവും ഇല്ല എന്നും നവ്യ. അത് കേട്ടത് മുത്തശ്ശൻ ദേഷ്യത്തോടെ നവ്യെ നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.